ബേപ്പൂരിലുള്ളത്. നമ്മുടെ റൊട്ടാനയുടെ ഒക്കെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ ഒരു കഫ്തേരിയ ഉണ്ട്, ചായ് നാന. അപ്പോൾ ഇവിടെ നല്ല എണ്ണക്കടി കിട്ടും. പഴംപൊരി, ബോണ്ട, വട, സുഗ്യ, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നല്ല സമോർ ചായ, ഒരു വിത്തൗട്ട് ചായ അടിക്കാം. നല്ല വടക്കിരിക്കുന്നുണ്ട്, പരിപ്പ് വട, ബോണ്ട, അടയുണ്ട്. ഈ നെയ്യപ്പം ഇവിടെ ഉണ്ടാക്കണ അതല്ലേ? ഞാൻ ഇടയ്ക്ക് ഇവിടെ വരലുണ്ട്, എനിക്ക് നേരം കിട്ടുമ്പോൾ ഐറ്റംസ്. ചിക്കൻ ചില്ലി, ചിക്കൻ 65, ബീഫ് ചില്ലി, ബീഫ് റോസ്റ്റ്, ബീഫ് മസാല, കപ്പ ബിരിയാണി, കപ്പ ആൻഡ് മത്തി, അയിലക്കറി ആൻഡ് കൊഞ്ചൻ മസാല. അതേപോലെ തന്നെ പിന്നെ നമ്മളത് ഇത് കുഞ്ഞിപ്പത്തില്, ബീഫ് ആൻഡ് കുഞ്ഞിപ്പത്തില് ചിക്കൻ ഇങ്ങനെയുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് നല്ല തെരണ്ടി മുളകിട്ടത്, തെരണ്ടി പൊരിച്ചിട്ട് മുളകിട്ടത്, മസാല കറി ആയിട്ടുണ്ട്, 2 ഐറ്റംസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ മിക്സ് വെജിറ്റബിൾ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ബീഫ് പിന്നെ മജ്ബൂസ്, ദമ്മാണോ ബിരിയാണിക്ക്? നല്ല പൊറോട്ട, ചപ്പാത്തി, വെള്ളാപ്പം, നൂൽപുട്ട്, അതേപോലെ തന്നെ പിട്ട്, ഒക്കെ എല്ലാം ഉണ്ട്. അപ്പോൾ ഈ കടയുടെ പേരും കൂടിയാന്ന് പറഞ്ഞോളൂ. ചായ നാന എന്ന് പറയും, അൽക്കോർ ചായ നാന എന്ന് പറയും. ഇത് നിങ്ങൾ കുറച്ച് ഈ കാർഗോന്റെ അടുത്തേക്ക് ഉള്ളിലേക്ക് കയറിയിട്ടല്ലേ? പാനൂർ ഹോട്ടലിലായിരുന്നു കുറച്ച്, അതായത് ഒരു 30 മീറ്റർ മുമ്പോട്ട് വന്ന ചെറിയൊരു സൂക്ക് കാണാം. ഇതാണ് ആ സൂക്ക്, ചെറിയ ഇക്ക പറഞ്ഞ ചെറിയ സൂക്ക് ഇതാണ്. അപ്പൊ ഇനി ആരും കണ്ടില്ല കേട്ടില്ല എന്ന് പറയില്ലേ? ഇവിടെ വന്നങ്ങൾക്ക് എല്ലാം ഉണ്ട്. എന്തേ അല്ലേ? ഓക്കെ അല്ലേ? നിങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് നല്ല നാടൻ തെരണ്ടി വരട്ടിയത്, അതായത് ഇതാ കണ്ടോളൂ, നല്ല പൊരിച്ചിട്ട് നല്ല മസാല ഇട്ടുകൊണ്ട്, അതായത് ആര് വന്നാലും കഴിച്ചു കഴിഞ്ഞാൽ ഇത് സ്വന്തം നമ്മുടെ കേരളത്തിന്റെ ഫുഡാണ്. ഈ ഫ്രൈ ആണ് ഇത് കാണുന്നത്. നല്ല മസാല, നല്ല മസാല, മോഡൽ തലശ്ശേരിയാണ് ഇത്. തലശ്ശേരി മോഡൽ, തലശ്ശേരിക്കാരാണ്, തലശ്ശേരിന്റെ തലശ്ശേരിക്കാരാണ്. അതെയാ. അതേപോലെ തന്നെ നിങ്ങൾ കണ്ടോളൂ, നല്ല അടിപൊളി ചുക്ക, അതായത് കോഴി പൊരിച്ചിട്ട് മസാല ഇടുന്നത്, സ്വന്തം മൈസൂരിന്റെ ദാൽ ഫ്രൈ, സ്വന്തം നോർത്ത് ഇന്ത്യൻ്റെ ദാൽ ഫ്രൈ. അത് കഴിഞ്ഞില്ല, അതിങ്ങോട്ട് കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി മിക്സ് വെജിറ്റബിൾ, അതായത് മിക്സ് കുറുമ വെജിറ്റബിൾ എന്ന് പറയും. അതും കഴിഞ്ഞില്ല, നല്ല അടിപൊളി ബിരിയാണി. ഓക്കെ, സ്വന്തം തലശ്ശേരി ദമ്മ് ബിരിയാണി എന്ന് പറയുന്നത് ദമ്മ് ബിരിയാണി. തലശ്ശേരി ബിരിയാണി ഇവിടെ ഇല്ല, അതായത് ഇവിടെയാണ് കാണും മുളകിട്ട കറി. നല്ല മീൻ മുളകിട്ടത്, നല്ല അടിപൊളി മീൻ മുളകിട്ട്, അയില മുളകിട്ടത്, നല്ല പൊറോട്ട വെച്ചാലും പൊറോട്ട നമ്മുടെ പണ്ട് നാട്ടിലും കിട്ടിയായിരുന്നില്ല, അതേ മോഡൽ പൊറോട്ട, നല്ല മയൊക്കെ ഉള്ളത്. അതിനാനത്തെ പൊറോട്ട നല്ല അടിച്ച് പദം വന്ന് കണ്ട നൂൽ പൊറോട്ട പോലുള്ള പൊറോട്ട, പിടിക്കുമ്പോൾ തന്നെ കണ്ടു അങ്ങനെ കുടഞ്ഞ് വീഴും. നല്ല മീൻ മുളകത്തത്, അയിലക്കറി, നല്ല നാട്ടിലത്തെ ഓർമ്മ വരുന്നു കേട്ടോ. മീൻ മുളകിട്ട് പോയിട്ട് ഇവിടെയുണ്ടാകും നമ്മുടെ കീഴടക്കാരുടെ ചെറുപ്പശ്ശേരിക്ക്, അവിടുത്തെ ഒരു സിദ്ധാക്ക മീൻ മുളകിട്ട് വെച്ചായിരുന്നു. അതേ രുചിയുടെ ആ ടേസ്റ്റിൽ വീണ്ടും കഴിക്കാൻ പറ്റി. അടിപൊളി മീൻ മുളക്. ആ മീൻ മുളകിട്ട് സിദ്ധിയൊക്കെ വെച്ചത് ഞാൻ മേടിച്ചിട്ട് ഏകദേശം 15-20 വർഷത്തിൻ്റെ ഇടയിൽ, 15 വർഷത്തിലേറെ.
കട്ടി ഫ്രൈ ഇവിടെ നിന്ന് കഴിക്കുമ്പോൾ അതേ ടേസ്റ്റ് അതേ രുചി. നല്ല തിരക്കുള്ളൊരു കഫ്തേരിയാണ്. കൊടംപുള്ളിയുടെ ഒക്കെ പുള്ളി രുചി. അതിലാന്നൊക്കെ പറഞ്ഞാൽ നല്ല വലിയ അയിലയുടെ പീസാണ്. പൊളി മീൻ മുളക് ഇട്ടതും അയിലക്കറിയും നമ്മുടെ ചായനാന കഫ്തേരിയല്ലേ. അടിപൊളിയാണ്. ഓക്കെ ബൈ.